പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവനോ ഒരു 5 മിനിറ്റ് മനസ്സിനെ ദൈവസന്നിധിയിൽ വെക്കുന്നവനോ ആയിരുന്നില്ല ഞാൻ. ഇപ്പോൾ ഒരുപാട് മണിക്കൂർ വെക്കുമെന്നല്ല, ഇപ്പോൾ എന്തും ഏതും കുറച്ചൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സിനകത്ത് വലിയൊരു സമാധാനമാണ്. മുൻകോപം ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ മുൻകോപത്തിന് ഒരു 50% കുറവുള്ളൂ. പക്ഷേ എന്ത് കേട്ടാലും ഇളകിയാടുന്ന ഒരു ഞാങ്ങണയായിരുന്നു ഞാൻ. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാർ പറയും, ഹൗ ഇമോഷണലി യു ആർ, എങ്ങനെ അച്ഛൻ ജീവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം എന്തിൻ്റെയും ഉള്ളിൽ ആരാധിക്കാൻ പഠിച്ചപ്പോൾ നമ്മളെ ഇളക്കി പറിച്ച് വേരോടെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ഒരു അർത്ഥം കണ്ടെത്തി ആരാധിക്കാൻ കഴിഞ്ഞ 15 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുഴുവൻ അങ്ങനെ പറയാൻ നമ്മൾ ആരുമല്ല നമ്മളെ കുറിച്ച് പറഞ്ഞെങ്കിലും, അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വിചാരം ഞാൻ എന്നൊരു വിഷാദ രോഗിയായി പോയത്. എന്നാൽ എൻ്റെ ഒരു ചിന്ത മുഴുവൻ ദൈവത്തിനെ അറിയിക്കുള്ളൂ. അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് ബീൻ ഔട്ട് ഓഫ് മൈ വിറ്റ്സ്. ഞാൻ അബ്നോർമലായി പോയേനെ. അത് കണക്കിന് ഭാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മറിയത്തിന് സമർപ്പിച്ചപ്പോൾ അമ്മ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം, കൃപകളും വരങ്ങളും തരുന്നതിനേക്കാൾ എന്തിനും ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം തരും. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിന്റെ ഭാഗമാം ശീലങ്ങളെ കഴുകിയെന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. അമ്മയുടെ ജോലി എന്നെ അൾത്താരയിലെത്തിക്കുകയാണ്. ശരിക്കും എന്നെ ആരാധകനാക്കുകയാണ് മാതാവിന്റെ ജോലി. അതുകൊണ്ടാണ് അവൻ പറയുന്നത് മറ്റൊരജണ്ടയില്ല. ഒരുപാട് ഡിലേ കൂടി, മറ്റൊരജണ്ടയില്ല, മറ്റൊരജണ്ടയെ മറിയത്തിനില്ല. നമ്മളെ ആരാധകനാക്കുന്ന ജോലിയാണ് മറിയം നമുക്ക് നൽകുന്നത്. ഈ അത്ഭുത ആരാധനയുടെ കരുത്താണ്. 20 ചില്ലുവാനം വർഷങ്ങളായി മറിയം വഴി നിസാരനായി ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരിടത്തും തല കുനിക്കേണ്ടി വന്നില്ല. ഒരിടത്തും തല കുനിക്കേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല, തല വെട്ടിപ്പോകുമെന്ന് കരുതിയിടത്ത് പോലും nothing happened. ദൈവത്തിനായിരിക്കട്ടെ എല്ലാ മഹത്വവും. നിന്റെ കർത്താവ് പറക്കുന്നവനാ, ആരാധിക്കുന്നവൻ പറക്കും. പണ്ട് 3ാം ക്ലാസ്സിൽ ഞാനൊരു കവിത പഠിച്ചത് ഓർക്കുന്നു. ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലി കരയുന്നത് എന്തിനായി. ഈ കവിത പണ്ട് പഠിച്ചു വരുന്ന കർമ്മീയർത്തിക്ക് ഏതാനും പേരുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവിനെ പോലെ ദൈവസാന്നിധ്യം ആശ്രയിച്ച് കിടക്കാൻ കുറച്ചെങ്കിലും കഴിയട്ടെ. ഈ നാളുകളിൽ അങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ ആരാധിക്കാൻ കുറേ ഞാൻ ശ്രമിക്കും. എൻ്റെ ലക്ഷ്യങ്ങളും കൊതികളും മാറ്റിവെച്ചിട്ട് ദൈവത്തെ വെറുതെ ആരാധിക്കുക, വെറുതെ അവൻ്റെ മഹത്വപ്പെടുത്തുക. അവൻ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. നമ്മൾ പറക്കും. മറിയത്തോടൊപ്പമുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം ഉള്ള 1 മണിക്കൂർ മതി നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റാൻ. പരിശുദ്ധ അമ്മ വചനം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച എന്ന് വേണേൽ നമുക്ക് പറയാം. പരിശുദ്ധ അമ്മയോടൊപ്പം മനസ്സ് ചേർത്ത് വെക്കുന്ന ഒരു നിമിഷവും നമുക്ക് നഷ്ടമല്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് തെറ്റ് വരില്ല. ഒരുമിച്ച് ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ തെറ്റായ ഒരു സ്ഥലത്ത് ഒരിക്കലും നമ്മളെ കൊണ്ടുപോകില്ല. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ക്രിസ്തുവിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. മറിയം നമ്മുടെ ഇന്നത്തെ വിഷയം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. മറിയം ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. പക്ഷെ നമുക്കതിന് മുമ്പ് കാണേണ്ട ഒരു കാര്യം, മറിയം ആരാധിച്ചു എന്നതിനേക്കാൾ മറിയം തൻ്റെ അസ്തിത്വത്തെ ആരാധനയാക്കി മാറ്റി. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കൊതിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മളിവിടെ ഒരു ക്ലാസ്സിലാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ നമ്മൾ വെറുതെ പഠിക്കുകയല്ല. ഒരു കാര്യം പഠിച്ചിട്ട്, ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം പഠിച്ചിട്ട് ഇറങ്ങുകയല്ല. പഠനം നമ്മൾ ആസ്വദിച്ച ഉടനെ പ്രാർത്ഥനയാക്കുക. നമ്മൾ എന്ത് കേൾക്കുന്നുവോ അത് നമ്മുടെ ആത്മാവിനെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അല്ലാത്തൊരു ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. നമുക്ക് വേണ്ടത് നാം എന്ത് മറിയത്തെക്കുറിച്ച് കേൾക്കുന്നുവോ അത് നമ്മുടെ ചങ്കിനെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ.
ഇവിടെ മറിയം തൻ്റെ അസ്തിത്വത്തെ, വെരി എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെ ആരാധനയാക്കി മാറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയത്തെ വിളിച്ച പേര് തന്നെ ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നീ, ഉദരഫലം നന്ദി. നീ ആദ്യത്തെ സക്രാരി, യു ആർ ദ ഫസ്റ്റ് ടാബർനാക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? നീ ആരാധനാ വിഷയമായ മന്നയെ, പുണ്യമന്നയെ, ദിവ്യമന്നയെ നിന്റെ ഉദരത്തിൽ വഹിച്ചവളാണ്. നീയാണ് ആദ്യത്തെ ചലിക്കുന്ന സക്രാരി. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ പോലെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കന്യക മറിയം ദൂതന്റെ അടുത്ത് വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ടു. പരിശുദ്ധ കന്യാമറിയം ഇതാണ് കട്ടായി പോകുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവേ, നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കാവല്ലോ അല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കാവല്ലോ അല്ലേ? അത് മതി. ബാക്കി എല്ലാം നമുക്ക് കർത്താവിന് കൊടുക്കാം. പരിശുദ്ധ അമ്മ ദൂതന്റെ അടുത്ത് വെച്ച് ഒരുപാട് കേട്ട്, ദൂതനോട് ഒരുപാട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പുറത്തു വരുന്നവരുടെ ജീവിതമുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. നമുക്കിപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കട്ടെ, നമുക്കിപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായെന്നിരിക്കട്ടെ, നമ്മളെല്ലാം ഇവിടെ പടഞ്ഞിട്ട് വീഴും, കണ്ണുനീരും ഇവിടെ അലറിക്കരയും, അനുതാപം കൊണ്ട് നിറയും. അപ്പാ പൊറുക്കണേ. ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ, ദൈവദർശനമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യർ കൂട്ടക്കരച്ചിലും അനുതാപവും ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ചിത്രങ്ങളാകട്ടെ, അതിൻ്റെ അനുഭവങ്ങളാകട്ടെ, നമ്മൾ ലോകത്തെമ്പാടും പോയി പറയും. ഞാൻ വല്ലാർപാടത്ത് ആ മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്ന് മാതാവ് നിന്നു, എൻ്റെ ശരീരം കുളിരു കോരുന്നു, നമ്മളിങ്ങനെ അനേകരോട് പറയും. പക്ഷേ മറിയം ദൂതനോട് മിണ്ടിപ്പറഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പോളിസി എന്താണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മറിയം ദൂതന്മാരോട്, മാലാഖയോട് മിണ്ടിപ്പറയാൻ ആർക്കും പറ്റും. അനുഗ്രഹിക്കപ്പെട്ട പ്രകാശത്തിന്റെ നടുവിൽ സുസ്മേരവദനായി മാലാഖ നിൽക്കുമ്പം മാതാവെന്നല്ല ഏത് പെണ്ണും സന്തോഷ നിർഭരമായി ഇടപെടും, അത്ഭുതപ്പെടും, ആരും ചെയ്യും. പക്ഷേ ദൂതനെ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്ന മറിയം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോളിസി പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് ലൂക്കയുടെ സുവിശേഷത്തിലെ സ്തോത്രഗീതം എന്നറിയപ്പെടുന്നത്. ഈ പോളിസിയുടെ പ്രത്യേകത എന്താ? മറിയം ഒരു തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യയശാസ്ത്രം, താൻ ഇങ്ങനെയായിരിക്കും ഇനി നീങ്ങുന്നത്. ഒരാൾ മാർപ്പാപ്പയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ തൻ്റെ പോളിസി പ്രഖ്യാപിക്കും. നയപ്രഖ്യാപന പ്രസംഗം എന്ന് കേട്ടിട്ടില്ലേ? നയപ്രഖ്യാപനം. ഇന്നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഇന്നാണ് നയം പ്രഖ്യാപിക്കുന്നത് ഈ ഗവൺമെന്റ്. വളരെ പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം അത് കാതോർത്തിരിക്കും, പാർത്തിരിക്കും. ഇദ്ദേഹത്തിന്റെ ചിന്ത, ഇദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റിന്റെ പോളിസി എന്തായിരിക്കും. അങ്ങനെ മറിയം തൻ്റെ പോളിസി പ്രഖ്യാപിക്കുന്ന ഒരു വർത്തമാനമാണ് ലൂക്ക 1:46 ഒരു മാതാവ് പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ കുഴിച്ച് തുറന്ന് ചെന്നാൽ അതിൻ്റെ അടിത്തട്ടിലും അകത്തട്ടിലും ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ആരാധിക്കപ്പെടണം. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ആരാധിക്കപ്പെടണം. ഇനി ഈ ആരാധനയുടെ പ്രത്യേകത ആരെങ്കിലും ഉന്തിത്തള്ളിയത് കൊണ്ടോ നിയമം വെച്ചത് കൊണ്ടോ അല്ല. ആരെങ്കിലും ഉന്തിത്തള്ളിയത് കൊണ്ടോ നിയമം വെച്ച്, ശ്രദ്ധിച്ചു കേട്ടെ, പിന്നെയോ ഈ ആരാധനയ്ക്കകത്തൊരു ആനന്ദമുണ്ട്. I derive a special joy from the adoration. അതുകൊണ്ട് എൻ്റെ ചിത്തത്തിന്, എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ആരാധിച്ച് ഞാൻ തളർന്നെന്നോ, ആരാധിച്ച് ഞാൻ മുടിഞ്ഞെന്നോ, ആരാധിച്ച് ഞാൻ മടുത്തെന്നോ ഞാൻ പറയില്ല. കാരണം എൻ്റെ ആത്മാവിൻ്റെ ആരാധനയ്ക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. ദൈവത്തെ നാം ഒരുപാട് ആരാധിക്കുന്നവർ, അച്ഛനും നിങ്ങളുമൊക്കെ ആരാധിക്കുന്നവരാ. പക്ഷേ ആരാധിക്കുന്ന ആത്മാവിനോടൊപ്പം മനസ്സ് താളം ചവിട്ടാറില്ല. അതായത് ആരാധനയ്ക്കൊരു ആനന്ദമില്ല. മനസ്സൊപ്പം നിൽക്കാത്ത ആരാധനയാണ് ഇന്ന് ലോകത്തിൽ പലയിടത്തും നടക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ആരാധനയുണ്ടോ? ഉണ്ട്. കോവിഡ് കാലത്ത് പോലും പള്ളികൾ തുറന്ന് നിരന്തരം കുർബാന ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും രഹസ്യമായിട്ടും മറ്റും ആരാധനയൊന്നും മുടങ്ങിയിട്ടില്ല. പക്ഷെ മുടങ്ങിയിട്ടുള്ളത് മനസ്സൊപ്പം നിൽക്കുന്ന ആരാധന ഏതാണ്ട് പാടേ മുടങ്ങിപ്പോകുന്നു.
ആരാധകന്റെ മനസ്സിലൊരു ആനന്ദം ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധകന്റെ മനസ്സിന് ആനന്ദം ഉണ്ടാകണമെങ്കിൽ മറിയത്തിന്റെ ആരാധനയുടെ പ്രത്യേകത തിരിച്ചറിയണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ മനസ്സോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ആരാധിക്കുമ്പോൾ ആരാധനയ്ക്കകത്ത് പോലും ഒരു ഇന്റൻഷൻ ഉണ്ട്. ഇത് മനുഷ്യരാണ് കേട്ടോ, നമ്മൾ പാവപ്പെട്ട മനുഷ്യരാ. ഇതൊന്നും ഒരു കുറ്റം പറച്ചിലല്ല. ഇപ്പം നമ്മൾ ഒരു നിത്യാരാധന ചാപ്പലിൽ പോയി ആരാധിക്കുന്നു, നമ്മൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ആരാധന ഏറ്റെടുക്കുന്നു, നല്ല കാര്യമാണ്, ഇനിയും ചെയ്യണം. നമ്മൾ നമ്മുടെ അടുത്തൊരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ അച്ഛൻ ചോദിച്ചു, ത്രേസ്യാമേ 3 തൊട്ട് 4 വരെ ഇരിക്കാൻ ആരുമില്ല. ഉടനെ ത്രേസ്യാമ്മ പറഞ്ഞു, അതിനെന്നാ അച്ഛാ, ഞാനുണ്ടല്ലോ. ഓ, അച്ഛന് സന്തോഷമായി. 3 തൊട്ട് 4 വരെ ഇരിക്കാൻ ത്രേസ്യാമ്മയും ഉണ്ട്, 5 തൊട്ട് 6 വരെ ഇരിക്കാൻ ത്രേസ്യാമ്മയുടെ ഹസ്ബൻഡ് ഫിലിപ്പും ഉണ്ട്. നല്ല കുടുംബം. എൻ്റെ പൊന്നെ, അവരുണ്ടായിരുന്നതുകൊണ്ട് നിത്യാരാധന മുടങ്ങിയിട്ടില്ല, നല്ല കാര്യം. അപ്പൊ ഈ ത്രേസ്യാമ്മ ചേച്ചി ആരാധിക്കാൻ വരുമ്പം അച്ഛനോട് പറയും, അച്ഛാ ഞാൻ വന്നിരിക്കുക, അച്ഛാ ഒരു നിയോഗം ഉണ്ടേ, എൻ്റെ ഒരു മൂത്ത മോൻ്റെ വിഷയം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അവന് അങ്ങ് ജോർജിയയിലാണ്, പക്ഷെ അവനൊരു പ്രശ്നമുണ്ട് അച്ചോ, ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ഞാൻ അതുകൂടെ കണക്കിലെടുത്താണ് ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മുടേതായ ചില നിയോഗങ്ങളുണ്ട്. സംഗതി കർത്താവിനെ കുടഞ്ഞു കുത്തി ഇരുന്ന് കിടന്ന് മറിഞ്ഞ് ആരാധിക്കുമെങ്കിലും അതിനകത്ത് നമ്മളൊരു ബുദ്ധി വെച്ചിട്ടുണ്ട്. കർത്താവേ, പലച്ചാതി ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ആരാധന മുഴുവൻ നിനക്ക് ഞാൻ തരുകയാണേ. അപ്പൊ എൻ്റെ മോൻ്റെ കാര്യം പെൻഡിങ് ആണ്, നീ അതൊന്ന് നോക്കിക്കൊള്ളണേ. ഭൂമിയിലെ ആരാധനകൾക്കെല്ലാം ഇന്റൻഷൻ ചേർക്കുന്ന നമ്മള്. ഇതാ മോശയുടെ കാലം തൊട്ട് കർത്താവ് ചോദിച്ചത്, ആരാണ് എന്നെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും ആരാധിക്കുന്നത്? നിങ്ങളോട് ഈ വചനം പറയുമ്പം ഞാൻ എൻ്റെ ഉള്ള 2 കൈയും എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ടാ പറയുന്നത്. നമുക്കെല്ലാം ആരാധിക്കുന്ന സമയത്തും നമ്മുടെ പൂർണ്ണ മനസ്സ് പാടില്ല. നമ്മുടെ മനസ്സിൽ വേറെ ചില നിയോഗങ്ങൾ കിടന്ന് പരുന്തുപോലെ കറങ്ങാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ നിലനിൽക്കാനും നേടാനും വേണ്ടി ആരാധിക്കുമ്പോൾ മറിയത്തിന്റെ ആരാധിക്കാൻ വേണ്ടി അവൾ നിലകൊണ്ടു. ഷീ എക്സിസ്റ്റഡ് ഇൻ ഓർഡർ ടു വർഷിപ്പ്. നമ്മളാകട്ടെ വി വർഷിപ്പ് ഇൻ ഓർഡർ ടു എക്സിസ്റ്റ്. നിലനിൽക്കാനും നേടാനും ഒരു നില സ്വന്തമാക്കാനും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനും വേണ്ടിയാണ് നാം ആരാധിക്കുന്നത്. എന്നാൽ മറിയം നിലകൊണ്ടത് അവരുടെ ആത്മശാശ്വത്തിന്റെ അനുരണനം, റെസൊണൻസ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ റെസൊണൻസ്, സ്പന്ദനം പോലും അത് ആരാധനയായിരുന്നു. അതാ അമ്മ മറിയം പറഞ്ഞത്, ലോകമേ എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇൻ ദ വെരി സോൾ. എന്നെ കിഴിച്ചും ഗുണിച്ചും നോക്കിയാൽ, എന്നെ ചക്കിലിട്ട് ആട്ടിയാൽ എൻ്റെ ആത്മാവിന്റെ സ്പന്ദനം ദൈവത്തെ ആരാധിക്കുകയാണ്, മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്കതൊരിക്കലും പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് മറിയത്തോടൊപ്പം ആരാധിക്കാൻ പറയുന്നത്. ഇവിടെയാണ് ആരൊരാൾ മറിയത്തോടൊപ്പം ആരാധിച്ചു തുടങ്ങുന്നുവോ അവന്റെ ആരാധനയുടെ രീതികൾ നവീകരിക്കപ്പെടും, ഒരുപാട് നവീകരിക്കപ്പെടും. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, അച്ഛനേക്കാളും സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം പറയുമ്പോൾ നിസാര അനുഭവമാണ്, നിങ്ങൾ ഒരിക്കലും മറ്റേ അർത്ഥത്തിൽ എടുക്കരുത്, വേറൊരു അർത്ഥത്തിൽ എടുക്കത്തില്ലെന്ന് അച്ഛനറിയാം. എൻ്റെ ഒരു കൊച്ചനുഭവം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവനോ ഒരു 5 മിനിറ്റ് മനസ്സിനെ ദൈവസന്നിധിയിൽ വെക്കുന്നവനോ ആയിരുന്നില്ല ഞാൻ. ഇപ്പോൾ ഒരുപാട് മണിക്കൂർ വെക്കുമെന്നല്ല, ഇപ്പോൾ ഏതും കുറച്ചൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സിനകത്ത് വലിയൊരു സമാധാനമാണ്. മുൻകോപം ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴും മുൻകോപത്തിന് ഒരു 50% കുറവുള്ളൂ. പക്ഷേ എന്ത് കേട്ടാലും ഇളകിയാടുന്ന ഒരു ഞാങ്ങണയായിരുന്നു ഞാൻ. എന്നെക്കുറിച്ച് എൻ്റെ കൂട്ടുകാർ പറയും, ഹൗ ഇമോഷണലി യു ആർ, എങ്ങനെ അച്ഛൻ ജീവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം എന്തിൻ്റെയും ഉള്ളിൽ ആരാധിക്കാൻ പഠിച്ചപ്പോൾ നമ്മളെ ഇളക്കി പറിച്ച് വേരോടെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ഒരു അർത്ഥം കണ്ടെത്തി ആരാധിക്കാൻ കഴിഞ്ഞ 15 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുഴുവൻ അങ്ങനെ പറയാൻ നമ്മൾ ആരുമല്ല നമ്മളെ കുറിച്ച് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വിചാരം ഞാൻ എന്നൊരു വിഷാദ രോഗിയായി പോയേനെ. എന്നാൽ എൻ്റെ ഒരു ചിന്ത മുഴുവൻ ദൈവത്തിനെ അറിയത്തുള്ളൂ. അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് ബീൻ
ഐ ഹാവ് ബീൻ ഔട്ട് ഓഫ് മൈ വിറ്റ്സ്. ഞാൻ അബ്നോർമലായി പോയനെ. അത് കണക്കിന് ഭാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മറിയത്തിന് സമർപ്പിച്ചപ്പോൾ അമ്മ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം കൃപകളും വരങ്ങളും തരുന്നതിനേക്കാൾ എന്തിനും ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം തരും. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മേലെ ഒരു പുതിയ അഭിഷേകം ദൈവം തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന സ്വരമുയർത്തി സന്തോഷത്തോടെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയെ മറന്ന് സ്തുതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സഹോദരങ്ങളെ, സത്യത്തിൽ ഒരു 5 വർഷം മുമ്പ് കർത്താവ് എനിക്ക് നൽകിയൊരു ഒരു ബോധ്യമുണ്ട്. എന്താണ് ആരാധന? എന്താണ് ആരാധന? അപ്പൊ എന്താണ് ആരാധന? തീർച്ചയായിട്ടും ആരാധന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ഞൊടുക്ക് ഉത്തരം പറയുക. ആരാ നിന്റെ ധനം? ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് ഒരുവൻ തരുന്ന ഉത്തരമാണ് ആരാധന. ഒരുമിച്ച് പറയൂ ഹല്ലേലൂയ. എന്നോട് ദൈവം ചോദിക്കുക, കുഞ്ഞെ, ആരാ സത്യത്തിൽ നിന്റെ ധനം? വാട്ട് ഈസ് യുവർ അസറ്റ്? റിയൽ അസറ്റ് എന്താ? എന്താ നിന്റെ ധനം? ആരാ നിന്റെ ധനം? നീ എവിടെയാ ചാരിയിരിക്കുന്നത്? ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് ഒരുവൻ പറയുന്ന ഉത്തരമാണ്, ഓ മൈ ലോർഡ്, യു ആർ മൈ ട്രഷർ. അനാവീം വ്യാവേ എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? അനാവീം വ്യാവേ. അനാവീം വ്യാവേ എന്ന ഹെബ്രായ പദത്തിന്റെ അർത്ഥം, കർത്താവേ, അങ്ങാണ് എൻ്റെ സമ്പത്ത്, മറ്റൊന്നും എൻ്റെ സമ്പത്തല്ല. ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് ശരിക്ക് പറയാൻ കഴിഞ്ഞാൽ ഞാൻ ഇന്ന് സമ്പൂർണമായി ആരാധകനായി. ഞാൻ ആരാധകനായി മാറാത്തതിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും ഇത് പറയുമ്പോഴും മറ്റെന്തൊക്കെയോ എൻ്റെ ധനമാണ്. അപ്പൊ ഇത് തുടരുകയും ചെയ്യും. മനുഷ്യന്റെ സെറ്റപ്പിലുള്ളതാ. ഇവിടെ മറിയത്തോട് പറയുമ്പോൾ മറിയം നമ്മളെ ആരാധന ശീലിപ്പിക്കും. ഒരു അധ്യാപിക ശീലിപ്പിക്കുന്ന പോലെയല്ല, പിന്നെയോ ഉള്ള അഭിഷേകം വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഒരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിന്റെ ഭാഗമാം ശീലങ്ങളെ കഴുകിയെന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. അമ്മയുടെ ജോലി എന്നെ അൾത്താരയിലെത്തിക്കുകയാണ്. ശരിക്കും എന്നെ ആരാധകനാക്കുകയാണ് മാതാവിന്റെ ജോലി. അതുകൊണ്ടാണ് അവൻ പറയുന്നത് മറ്റൊരു അജണ്ടയില്ല. ഒരുപാട് ഡിലേ കൂടി. മറ്റൊരു അജണ്ടയില്ല, മറ്റൊരു അജണ്ടയെ മറിയത്തിനില്ല. നമ്മളെ ആരാധകനാക്കുന്ന ജോലിയാണ്. നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ എന്റെ വിശിഷ്ടരായ സഹോദരിമാരെ, കർത്താവ് ഇന്ന് ഈ മരിയൻ ധ്യാനത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ സമാപനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലീലാമേ, മെർണേ, ഡൊണാൾഡേ, ആരാ നിന്റെ ധനം? ആരാണ് നിന്റെ ധനം? നീയാണ് ദൈവമേ എന്റെ ധനം എന്ന് പറയുമ്പോൾ മറിയം കൈയടിച്ച് നമ്മുടെ കൂടെ നിൽക്കും. കാരണം മറിയം അങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഒരുമിച്ച് പറയണേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറിയം ആരാധിച്ചത് എപ്പോഴാണ്? ഇതാണ് അതിലെ മനോഹരമായ ഒരു സംഗതി. മറിയം ആരാധിച്ചത് എപ്പോഴാണ്? മറിയം ആരാധിച്ചത് ആരാധിക്കാൻ മനസ്സ് തോന്നിയപ്പോഴല്ല. ഉദാഹരണത്തിന് ഈ ധ്യാനം കൂടിയിട്ട് ഡിലേ അപ്പടി കൂടിപ്പോയല്ലോ. നാച്ചുറൽ ആയിരുന്നത് മാറിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്തുതിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ ധ്യാനം കൂടി, വെരി ഗുഡ്, ഈ ധ്യാനം കൂടി ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായൊരു സൗഖ്യം കിട്ടി. നമ്മൾ ആരായിരുന്നാലും ദൈവത്തെ സ്തുതിക്കും. ഞാനൊരു 9-10 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷമായി ഒരു വലിയ മരിയൻ സ്വപ്നത്തിലാണ്. ഒരു മരിയൻ സിനിമ അത് അത്ഭുതകരമായിട്ട് നടന്നു കിട്ടിയാൽ ഞാൻ കുത്തിയിരുന്ന് വേണേ ദൈവത്തെ സ്തുതിക്കും. തീർച്ചയായിട്ടും. കാരണം ദൈവത്തിന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതെന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം നടന്നു കിട്ടിയാൽ ഞാൻ കണക്കറ്റ രീതിയിൽ ദൈവത്തെ സ്തുതിക്കും. പക്ഷേ സ്തുതിക്കാൻ നാവ് പൊങ്ങാത്തൊരു കാലമുണ്ട്. സ്തുതിക്കാൻ ഒരു വിധത്തിലും നാവൊന്ന് പൊങ്ങിയിട്ട് വേണ്ടേ സ്തുതിക്കാൻ. നമ്മുടെ അനേകര് പറയാറില്ലേ, അച്ഛാ സ്തുതിക്കണമെന്നുണ്ട്, ആരാധിക്കണമെന്നുണ്ട്, ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ സ്തുതിക്കാൻ നാവൊന്ന് പൊങ്ങണ്ടേ. കർത്താവ് നടന്നു പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് അതെന്നാ, അയ്യോ ഇവിടല്ല, അവിടെ ഒരു അത്തിമരം. കർത്താവ് പറഞ്ഞ്, നന്നായിട്ട് വിശക്കുന്നുണ്ട് തോമസേ, പത്രോസേ എവിടെ പോയി വല്ലതും നോക്ക്. കേൾക്കേണ്ട പാതി കേൾക്കാത്ത പാതി ശ്രീമാർ ഒറ്റ ഓട്ടം ചാടി മേടി കയറി എല്ലാത്തിനും കുലുക്കി നോക്കിയിട്ടും ഒരൊറ്റ അത്തിപ്പഴം പോലുമില്ല. ബൈബിൾ പറയുന്ന കർത്താവ് അത്തിമരത്തെ ശപിച്ചു.
അത് പോട്ടെ, അതിൻ്റെ താഴെ സുവിശേഷകൻ വലിയൊരു കൊസറാക്കുള്ളി എഴുതി വെച്ചിരിക്കുന്നു, അത് അത്തിപ്പഴങ്ങളുടെ കാലമൊട്ടായിരുന്നുമില്ല. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് കർത്താവിനോട് വിഷമവും നീരസവും തോന്നിയിട്ടുണ്ട്. എന്തൊരു മര്യാദകേടാ കർത്താവ് കാണിച്ചത്. മാവ് പൂക്കുക പോലും ചെയ്യാത്ത, മാന്തളിര് പോലും ഇല്ലാത്ത കാലത്ത് മാവിൽ മാങ്ങ ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലെ മാവ് വെട്ടിക്കളയുമോ? തെങ്ങയിലൊരു ചൊട്ട പോലും പിടിക്കത്തില്ലാത്ത ഒരു 6 മാസത്തെ 8 വർഷത്തെ തെങ്ങാണ്, 3 വർഷമായപ്പോഴേ അതിനകത്ത് ചൊട്ടയുണ്ടായില്ല, തേങ്ങയുണ്ടായില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും വീട്ടിലെ ഗൗളിപാത്ര തെങ്ങ് വെട്ടിക്കളയുമോ? കർത്താവ് ഇത്രയും മണ്ടനാണോ? ബൈബിളിനെല്ലാം ഒരു അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. കാലമല്ലാത്ത കാലത്ത്, സീസണല്ലാത്ത സീസണിൽ, നേരമല്ലാത്ത നേരത്ത്, പഴം ചൂടാൻ പറ്റാത്ത കാലത്ത് അത്തിമരത്തിൽ ഒരു പഴമുണ്ടാകണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. അതില്ലാഞ്ഞതുകൊണ്ട് വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ശപിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അത് അത്തിമരത്തെക്കുറിച്ചല്ല. കാലമല്ലാത്ത കാലമുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം പെട്ടെന്ന് നടന്നു, പെട്ടെന്നൊരു ജർമ്മൻകാരൻ കെട്ടിക്കൊണ്ടുപോയി, നമ്മുടെ വീടിനെ സപ്പോർട്ടും ചെയ്തു. നമ്മൾ വലിയ സന്തോഷം ഉണ്ടാകും. പള്ളിക്ക് അടുത്ത പെരുന്നാൾ വേണേ ഒറ്റയ്ക്ക് നിങ്ങൾ ഏറ്റെടുക്കും. നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ മോന് IELTS മാർക്ക് ഒട്ടും പഠിക്കത്തില്ലാത്ത ചെറുക്കന് ആദ്യം തവണ IELTS എഴുതി തേണ്ട് അയർലൻഡിന് പറന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ആദ്യ ശമ്പളം കർത്താവിന് കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തുതിക്കാൻ കാലമുള്ള സമയത്ത് നമ്മളെല്ലാം ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ആകാശമുണ്ട്. സിറമലബാറിന്റെ കുർബാനയിൽ തുടക്കത്തിൽ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആ വചനം എന്ന് പറയൂ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. കുർബാനയുടെ നടുക്ക്, സിറമലബാർ കുർബാനയുടെ നടുക്കെത്തുമ്പോഴും ദൈവജനം ഒരുമിച്ച് പാടും, മണ്ണും വിണ്ണും നിറയുന്നു, മന്നവൻ അവനുടെ മഹിമകളാൽ മണ്ണും വിണ്ണും നിറയുന്നു. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരാകാശമുണ്ട്, ഒരു വിണ്ണുണ്ട്, ഒരു മഹത്വമുണ്ട്. അതെന്താ പ്രിയപ്പെട്ടവരെ? അത് നമ്മുടെ നേട്ടങ്ങൾ. തൊട്ടതെല്ലാം പൊന്നാകുന്നു, പറഞ്ഞതെല്ലാം വെടിപ്പാകുന്നു, ചെയ്തതെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്നു, സൈൻ ചെയ്തതെല്ലാം വിജയിക്കുന്നു, തുടങ്ങിയ ബിസിനസ് എല്ലാം ഉയർന്ന് കത്തി വിരാജിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകാശം, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വർഗം, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിണ്ണ്. അത് ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു മണ്ണുണ്ട്, നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു ഭൂമിയുണ്ട്. താഴ്ന്ന ഭൂമി, ചെളിയും ചലവും അഴുക്കും പ്രലോഭനവും വേദനയും തിക്കുമുട്ടലും നിന്ദനങ്ങളും നിരാശങ്ങളും എല്ലാം നിറഞ്ഞ ഒരു മണ്ണുണ്ട്. എടുത്താൽ പൊങ്ങാത്ത രോഗബാധകളുടെ മണ്ണ്, സ്വന്തം സ്നേഹം ചങ്കുകൊണ്ട് സ്നേഹിച്ചവന്റെ വഞ്ചന നിറയുന്ന മണ്ണ്. നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു മണ്ണുണ്ട്. പക്ഷേ കുർബാനയിൽ അറിയാതെ നമ്മൾ പറയുന്നത് എന്താ? എൻ്റെ ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറയുന്നു, മണ്ണും വിണ്ണും. എൻ്റെ ജീവിതത്തിൻ്റെ വിണ്ണിൽ നിന്റെ ദൈവമഹത്വമാണ്, അതെനിക്കറിയാം. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ മണ്ണിലും ദൈവമഹത്വമാണ്. അങ്ങനെ സ്തുതിക്കാൻ നാവ് പൊങ്ങാത്ത കാലത്ത് പോലും സ്തുതിക്കാൻ കഴിയണമെന്ന് പഠിപ്പിക്കാനാണ് അത്തിമരത്തിൽ കാലമല്ലാത്ത കാലത്ത് ക്രിസ്തു പഴം തേടിയിട്ട് കാണാതായാൽ അതിനെ ശപിച്ചു എന്ന് പറയുമ്പം കാലമല്ലാത്ത കാലത്തും കണ്ണീരിൻ്റെ നേരത്തും സ്തുതിക്കാൻ പഠിക്കണമെന്നർത്ഥം. ഇത് നാം കാണുന്നത് മറിയത്തിലാ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാവോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് മംഗളവാർത്ത എന്നൊക്കെ പറയുന്നത്. അത് സത്യം പറഞ്ഞ ഒരു തേർഡ് പേഴ്സന്റെ വാക്കാണ്. സത്യത്തിൽ മറിയത്തിന്, എൻ്റെ ഉടപ്പുറന്ന സഹോദരങ്ങളെ, മറിയത്തിനത് സത്യത്തിൽ മംഗളവാർത്തയായിരുന്നു. മറിയത്തിനത് സങ്കടവാർത്തയല്ലായിരുന്നു. ഏതർത്ഥത്തിലാണ് മറിയം സന്തോഷിക്കുന്നത്? ആ കാലത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സമയം കളയേണ്ട ആവശ്യമില്ല. ഭർത്താവ് അറിയാതെ ഒരു ഭാര്യ ഒരു പ്രജയെ പ്രസവിച്ചാൽ, ഗർഭസ്ഥയായാൽ പട്ടണത്തിന്റെ പടിവാതിക്കലിട്ട് പട്ടിയെപ്പോലെ കല്ലെറിഞ്ഞ് നശിപ്പിച്ചു കളയും. തൻ്റെ മുമ്പിൽ വാളുയരുന്നതും തൻ്റെ നെഞ്ചിൽ കല്ല് വീഴുന്നതും മറിയം കാണുന്നുണ്ട്. താൻ ചെന്ന് നിൽക്കുന്നത് യൂത നിയമങ്ങളുടെ മുമ്പിലാ. ജൂത നിയമങ്ങൾ കഴുകനെ പോലെ നിന്നമ്മയെ പിന്തുടർന്നു. ജൂത നിയമങ്ങൾ കഴുകനെ പോലെ നിന്നമ്മയെ പിന്തുടർന്നു. ജൂത നിയമങ്ങളുടെ നടുവിൽ കല്ലറിയപ്പെടിയാ നിന്ന് കൊടുക്കുമ്പോഴാ ഇവള് ആത്മാവിൽ ആനന്ദിച്ചതെന്ന് നിങ്ങൾ മറക്കരുതേ. അതുകൊണ്ടാ മറിയത്തോടൊപ്പം ആരാധിക്കാൻ പഠിക്കുന്നവൻ ഒരിക്കലും തോൽക്കില്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ, ഹല്ലേലൂയ. നമ്മൾ പച്ച മലയാളത്തിൽ പറയത്തില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് നമ്മൾ പറയാറില്ലേ? മറിയാമിനോടൊപ്പം ആരാധിച്ച പഠിച്ചവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകേണ്ട സാഹചര്യത്തിലും കണ്ണുനീരിനെ പളുങ്കാക്കാൻ ഒരു അഭിഷേകം അവന് കിട്ടും. കാരണം മറിയം ആരാധിച്ചത്, സന്തോഷിച്ചത്
തൻ്റെ ചുറ്റുപാടും കടിച്ചു കീറുന്ന സിംഹത്തെ പോലെ സങ്കടങ്ങളും പരാതികളും വേദനകളും നിയമങ്ങളും ഊരു ചുറ്റി നിന്നപ്പോഴാണ് വലതുകരം ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കരുണ കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ നിസാരപ്പെട്ട ആളാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. നമ്മൾ വേർതിരിവില്ലാതെ സ്തുതിക്കാം, മറ്റു വ്യത്യാസങ്ങളില്ലാതെ സ്വരമുയർത്തി നമ്മുടെ അഹങ്കാരത്തെ അഴിച്ചു വെച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിലും സത്യത്തിലും ശരിക്കുള്ള യഥാർത്ഥ ആരാധന മറിയത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ രക്ഷാകര ശുശ്രൂഷകളുടെ 2ാം പകുതിയിൽ ആരംഭം അപ്പസ്തോല പ്രവർത്തനം വ്യക്തമായിട്ട് പറയുന്നു, അവരെല്ലാവരും മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ശരിക്കും സഭയുടെ തുടക്കത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു പോളിസി മേക്കിംഗ് ഇങ്ങനെയാണ്. അവരെല്ലാം അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഉട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരാധന എപ്പോഴും മറിയത്തോടൊപ്പമാണ്. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രിയിൽ 10 മണിക്ക് ഒരു 10-40 പേർക്ക് വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട്. ഒരു ബെന്നിയച്ചൻ, സാധുവായൊരു ബെന്നിയച്ചൻ ഇന്ത്യക്ക് പുറത്തു നിന്ന് കുറച്ച് പേരെ സംഘടിപ്പിച്ച ഒരു മരിയൻ ശുശ്രൂഷയാണ്. ഈ സമയത്ത് ബെന്നിച്ചൻ പറയാച്ചാ, ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് മാത്രമേ കേൾക്കാവുള്ളൂ. ഒരു സൂക്ഷിച്ച് കേട്ടില്ലെങ്കിൽ വീമ്പടിക്കലായി. ഇപ്പം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-16 മരിയൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെ വേണമെന്ന് ആഗ്രഹിച്ച് 16 പറ്റോ അച്ഛന്മാരുടെ പേരെഴുതി വെച്ചപ്പോൾ ഷിൽജ എന്നൊരു പെൺകുട്ടിയോട് ഇങ്ങനെ കർത്താവ് പറയുന്നതായിട്ട് അവർക്ക് ബോധ്യം കിട്ടുന്നു. ഷാജിയച്ഛനോ എന്നോട് മാതാവിന് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ പ്രിയപ്പെട്ടവരെ പറയാൻ വന്നത്, മാതാവിന് പ്രത്യേക ഒരു വാത്സല്യമുണ്ട് അത്രയും. ഞാനത് വിശ്വസിക്കുന്നു. ഒരിക്കലൊരു ശുശ്രൂഷകൻ പറഞ്ഞു, ഷാജിയച്ച, ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുമുണ്ട്, പക്ഷേ അച്ഛനെ ഒരു പ്രത്യേക രീതിയിൽ മടിയിലിരുത്തി കെട്ടിപ്പിടിക്കുന്നു. ഞാൻ കരഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ, എന്നോട് മാതാവിന് പ്രത്യേകതയുണ്ടോ ദൈവം അറിയട്ടെ, ദൈവത്തിന് പ്രത്യേകതകൾ മുഖം നോട്ടോ ഇല്ലെന്നാ. പക്ഷേ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു സന്ദേശം ആവർത്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയുക. 2003 ശേഷം അമ്മയോടൊപ്പം അല്ലാതെ ഒരു ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടില്ല. 2003 ശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം ഏത് ശുശ്രൂഷയിലും ആരാധിച്ച് പഠിച്ചതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ മേലെ എൻ്റെ അമ്മയ്ക്കൊരു അവകാശവാദം ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സന്ദേശങ്ങൾ കണ്ടതെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുക. അല്ലാതെ എൻ്റെ ഒരു ഗുണവുമല്ല, ഒരു ഗുണവുമല്ല. 2002 ശേഷം ഇന്ന് വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിരന്തരം ആരാധിച്ചപ്പോൾ, മർത്തോമ പള്ളികളിൽ പോയിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ പറയും, അച്ഛാ, മാതാവിനെ കുറിച്ച് ഒരുപാട് പറയരുത്. ഞാൻ ഒരിക്കലും അവരുടെ മനസ്സാക്ഷിയെ വിഷമിപ്പിക്കാറില്ല, മാതാവിനെ കുറിച്ച് ഒരിക്കലും പറയാറുമില്ല. പക്ഷെ തീരുന്ന സമയത്ത് ഞാൻ ദൈവം എനിക്ക് എന്ന മനസ്സാക്ഷിയിൽ പറയും, പ്രിയപ്പെട്ടവരെ, എല്ലാ സ്വർഗവാസികളുടെ ഒപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗവാസികളിൽ ക്രിസ്തുവിൻ്റെ അമ്മയായി ഭൂമിയിൽ ജീവിച്ചിരുന്ന മറിയത്തോടൊപ്പം ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വർത്തമാനക്കാരനും എതിര് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നെല്ലാം ഇറങ്ങി വരുമ്പം എൻ്റെ ആത്മാവിൻ്റെ മേലെ ഒരു അവകാശം അമ്മ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയിടുന്ന അവകാശങ്ങളാകട്ടെ അമ്മയ്ക്കൊന്നും നേടാനല്ല. ആരുടെ മേലെ അമ്മ ഒരു അവകാശം ഇടുന്നോ അവരെ ആരാധകരാക്കി മാറ്റും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ഈ ശരിക്കും ആരാധന എന്താണ്? ആരാധന ഒരു കിട്ടപ്പോരിന് വേണ്ടി കുമ്പിടുന്നതാണോ? ആരാധന 4 പാട്ട് പാടുന്നതാണോ? ആരാധന കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയ്യോ അച്ഛൻ ആരാധന നടത്തിയപ്പം എൻ്റെ ചങ്ക് നിറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ പറയുന്നതാണോ? ഇതൊന്നുമല്ലല്ലോ ആരാധന. ഇതൊക്കെ ആരാധനയുടെ വെറും അനുഭവങ്ങൾ മാത്രമാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും ഒരുവൻ പൂർണ്ണ മനസ്സോടെ കൊടുക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ വെട്ടിപ്പുളർക്കുന്ന സങ്കടങ്ങൾ നിൽക്കുമ്പോൾ, തിക്കി മറിക്കുന്ന ഭാരങ്ങൾ കിടക്കുമ്പോൾ, നമ്മുടെ ചങ്കിനെ നശിപ്പിക്കുന്ന നിന്ദനങ്ങളും ഗൂഢാലോചനകളും കിടക്കുമ്പം ഒരുവൻ എങ്ങനെയാ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാൻ പറ്റുന്നത്? ഇവിടെയാണ് മറിയം തൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന യൂദയാ നിയമങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചിട്ട് പറയുക, എൻ്റെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുന്നു, എൻ്റെ ചിത്തത്തിന് മനസ്സിന് സന്തോഷമുണ്ട്. ഞാൻ ചുമ്മാതെ ദുഃഖത്തോടെയൊന്നുമല്ല അത് ചെയ്യുന്നത്. എൻ്റെ ചുറ്റുപാട് സങ്കട പെരുമഴയാണെങ്കിലും ഞാൻ അർപ്പിക്കുന്ന ആരാധന ആനന്ദാഭിഷേകമുള്ളതാണ്. ഒരുമിച്ച് പറയണേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. മറിയത്തോടൊപ്പം ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുപാടും പറിച്ചു കീറുന്ന സിംഹങ്ങൾ നമ്മുടെ പടിക്കൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്ന് ആനന്ദിച്ച് ആരാധിക്കാൻ ഒരു അഭിഷേകം അത് അമ്മ വാങ്ങിത്തരും.
എൻ്റെ ചെറിയ ജീവിതത്തിൽ എനിക്കതാ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നെ കാണുമ്പോൾ, ശുശ്രൂഷയിൽ കാണുമ്പോൾ എനിക്ക് പറയാൻ പരിമിതിയുണ്ട്. ഞാനൊരിക്കലും ആരോഗ്യം കൊണ്ടും ആത്മാവ് കൊണ്ടും പണ്ടേക്ക് വീണടിഞ്ഞു പോകേണ്ടവനാണ്. ആരോഗ്യം കൊണ്ടെടുത്താലും ആത്മാവ് കൊണ്ടെടുത്താലും എൻ്റെ അശ്രദ്ധയുടെ അങ്ങേ അറ്റം കൊണ്ട് ആരോഗ്യം, ഷുഗറൊക്കെ അറ്റത്തോട്ട് പോയി. ആത്മാവിലും പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടും പഴയ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം വഴിമുട്ടി തകർന്നു പോയതാ പലവട്ടം. പക്ഷേ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചു വന്നൊരൊറ്റ കാരണത്താൽ ആരാധകനാക്കി, ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ അമ്മ എന്നെ സഹായിച്ചു. അതുകൊണ്ടാ മറിയത്തിന് സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആരാധന വഴി ഒരു തിരിച്ചുവരവുണ്ട്. ദൈവത്തെ ഏറ്റെടുക്കുമ്പോൾ ഒരു തിരിച്ചുവരവുണ്ട്. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. ആമോസ് 9:11. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും ഉയർത്തും. ഈ പള്ളി നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട്, ഇന്ന് ഈ പള്ളി അങ്ങനെ വീഴത്തില്ലെങ്കിൽ, ഉദാഹരണം പറഞ്ഞ ഇതുപോലൊരു പന്തല് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഇട്ടു, ഇതുപോലൊരു പന്തലിട്ടു. നല്ല പന്തല്, കാണാൻ രസം, പകിട്ടുണ്ട്, ലൈറ്റുണ്ട്, അടിപൊളി പന്തല്. ഈ പന്തൽ അങ്ങ് വീണുപോയി. ഒരു കല്യാണത്തിന്റെ തലേന്ന് ഒരു 10,000 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പന്തല, അതങ്ങ് വീണുപോയി. ഇനിയിപ്പം പഠിച്ച പണി 18 നോക്കിയാലും ഈ പന്തൽ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി നിർത്താമെന്നല്ലാണ്ട് അതിൻ്റെ പറഞ്ഞു പോയ വർണ്ണക്കടലാസ് അതുപോലെ പിടിപ്പിച്ച് വയ്ക്കുവാൻ, അതിൻ്റെ ആ തുണി അതിന് മുമ്പിട്ടിരുന്ന പോലെ അതുപോലെ തട്ടാക്കി ഇടുവാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പറയും, വീണ് പോയെങ്കിൽ ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റിയല്ലോ, അത്ഭുതം, ഇന്നലെ അത് വീണപ്പോൾ ഞാൻ ഓർത്തത് ഒരിക്കലും നടക്കത്തില്ല, ഇത്രയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അത്രയൊക്കെ ഒപ്പിച്ചെടുത്തല്ലോ, വീണുപോയി പന്തല് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കും. ഒരുമിച്ച് പറ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ലല്ലോ ഹല്ലേലൂയ. എന്നാൽ ഈശോ കർത്താവ് പറയാ ആമോസിലൂടെ, എൻ്റെ പന്തല് വീണുപോയാൽ, ഞാൻ തൊട്ട പന്തല് വീണുപോയാൽ ഞാൻ വീണ്ടും അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ ഇൻ ദ പ്രിസ്റ്റൈൻ പ്യൂരിറ്റി, ആദ്യ മഹത്വത്തിൽ സ്ഥാപിക്കും. ഇതൊരിക്കലും മനുഷ്യന് പറ്റില്ല. അതുകൊണ്ടാണ് മറിയത്തോടൊപ്പം ആരാധിക്കാൻ പറയുന്നത്. നിന്റെ 18-ാം വയസ്സിലുണ്ടായിരുന്ന വിശുദ്ധി നഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി അത് പാന പിടിച്ചാൽ തിരിച്ചു കിട്ടുമോ? അന്ന് പള്ളിയും പള്ളിക്കൂടവും ഒക്കെ ആയിട്ട് എന്തൊരു നിർമ്മലതയായിരുന്നു. ആ 9-ാം ക്ലാസ്സിൽ അങ്ങനെ അന്ന് പ്രാർത്ഥിച്ചതുപോലെ പിന്നെ എൻ്റെ അച്ഛോ അതിനുശേഷം അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് ഞാൻ ചോറിണ്ടിട്ട് ഓടുമായിരുന്നു പള്ളിയിലേക്ക്. അതേ പോയില്ലേ, അയ്യപ്പ പണിക്കര് പറയുന്നത് പോലെ ബാക്കി വല്ലതുമുണ്ടോ? നന്മ പോയി, മഹത്വം പോയി, ജാഗ്രത പോയി, വിനയം പോയി, ബാക്കി വല്ലതുമുണ്ടോ? ബാക്കി വല്ലതുമുണ്ടോ? ബാക്കി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെല്ലാം പോയെങ്കിലും കർത്താവിൻ്റെ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊള്ളും. നാം അത് ആഗ്രഹിക്കുക പോലും വേണ്ട. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. അതിൻ്റെ കേടുപാടുകൾ അതെന്തായിരുന്നാലും, അതിൻ്റെ കേടുപാടുകൾ അതേത് തരത്തിലുള്ളതാണെങ്കിലും അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന വണ്ണം ആ 14-ാം വയസ്സിലെ വിശുദ്ധി നൽകി, ആ 18-ാം വയസ്സിലെ ആ പ്രസരിപ്പ് നൽകി, ആ 24-ാം വയസ്സിലെ ആ തീഷ്ണത നൽകി, വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ ആ ആനന്ദം നൽകി വീണ്ടും നിന്നെ പടുത്തുയർത്തും ദൈവം. ഒരുമിച്ച് പറയുവോ ഹല്ലേലൂയ. ഇത് വെറുതെ ബൈബിളിലെ വചനങ്ങൾ ത്രസിപ്പിക്കാനോ ജ്വലിപ്പിക്കാനോ പിടിച്ചു നിർത്താനുള്ളതല്ല, അത് ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായിട്ട് പറയും. ഇത് ചുമ്മാതെ ചപ്പടാച്ചി പറയുകയല്ല, നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കർത്താവിന്റെ വചനത്തിൽ ഒരു യോട്ടോ യോദായോ പോലും ഒരു അക്ഷരം പോലും കൂട്ടി യോജിപ്പിക്കപ്പെടുകയില്ല. അവൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അപ്പൊ അവിടുന്ന് എൻ്റെ വീണുപോയ ജീവിതത്തിന്റെ കൂടാരത്തെ വീണ്ടും ഉയർത്തും. അതിൻ്റെ കേടുപാടുകൾ അതേത് തരത്തിലുള്ളതാണെങ്കിലും പരിഹരിച്ച് പണ്ടെന്ന പോലെ, ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം പണ്ടെന്ന പോലെ തട്ടിക്കൂട്ടി നിർത്തുമെന്നല്ല, എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിക്കല്ല, പഴയ മഹത്വം തിരിച്ചു തരും. അതുകൊണ്ട് ആ മറിയത്തോടൊപ്പം സമർപ്പിക്കുമ്പോൾ ഒരു തിരിച്ചുവരവ് ശക്തമാണ്. ഞാൻ നിങ്ങളോടൊരു കുഞ്ഞ് പൊട്ടത്തിൽ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനമാണ്. പൊട്ടത്തരമാണെന്ന് ഓർത്തച്ചാൽ, കൊച്ചു കാര്യങ്ങളാണ്, മടയനായതുകൊണ്ട് അങ്ങനെ ഓർത്തച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ,
ഒരുപാട് ഗാനങ്ങൾ പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും ലോകർക്ക് അറിയത്തില്ല. ഒരുപാട് നല്ലതെന്ന് ഞാൻ കരുതിയ ഡംബോടുകൂടി എഴുതിയ ഗാനങ്ങളുണ്ട്. അതൊന്നും മനുഷ്യർക്കറിയത്തില്ല. എന്നാൽ മറിയത്തിന് സമർപ്പിച്ച് മറിയം വഴി ആരാധിച്ചു തുടങ്ങിയപ്പോൾ സംഗീതത്തിൻ്റെ ചരിത്രം തന്നെ മാറി. എന്തോരം പുതുമയുള്ള അമ്മേ അമ്മേ തായേ എന്നുള്ള പാട്ടിന് ശേഷം നിങ്ങൾ തന്നെ പറ, കേരളത്തിൻ്റെ മരിയൻ നഭസിൽ, കേരളത്തിൻ്റെ മരിയൻ ആകാശത്തിൽ പിന്നുണ്ടായ പാട്ടുകളുടെ ഘോഷയാത്ര, എത്രയോ പാട്ടുകളാണ് അമ്മയോടൊപ്പം ആരാധിക്കുന്ന ഗാനങ്ങൾ പിറന്നത്. ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറയാനല്ല, ആ മറിയത്തോടൊപ്പം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വരവ്, ഒരു ജൈജാന്റിക്ക് വരവായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര വലിയ സുനാമി തിരകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയുന്നതിന് വാക്കുകളുണ്ട്, പരിമിതിയുണ്ട്, മനുഷ്യനാണ് ഞാൻ. എന്നെ നക്കി തുടച്ചുകൊണ്ട് പോകുമെന്ന് ഉറപ്പുള്ള സുനാമി തിരക്ക് ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല എന്ന് ഈ മധുബക സാക്ഷി. ഒരു വലിയ തിരിച്ചുവരവിന് ദൈവം ഇടവരുത്തും. നിങ്ങൾ നോക്കിയേ, 1991 മുതൽ പാട്ടുകൾ എഴുതുന്നുണ്ട്, ആളുകൾ അവിടെ ഇവിടെയും പാടുന്നുണ്ട്, പക്ഷെ ഒരു ഐഡന്റിറ്റി ഇല്ല. എന്നാൽ പ്രായം കൂടി, പിന്നെ നല്ല പ്രായം കഴിഞ്ഞ് 33-34 വയസ്സ് തൊട്ട് ചെയ്ത പാട്ടുകളൊക്കെ, എത്രയോ പാട്ടുകൾ ഇന്നും അത് കേരളത്തിൻ്റെ നഭസിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ ആ പാട്ടുകൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പകുതിയിലധികമോ നിങ്ങൾക്ക് മുക്കാലധികമോ ആൾക്കാർക്ക് ആ പാട്ടുകൾ ഞാൻ എന്നിലൂടെ വന്നതെന്നറിയില്ല. പക്ഷെ കർത്താവ് നൽകിയൊരു വരവുണ്ട്, രണ്ടാമത്തെ വരവ്. അമ്മേ അമ്മേ തായി എന്ന പാട്ട് എഴുതിയതിനു ശേഷം പിന്നെ എന്ത് പാട്ട് എഴുതുമ്പോഴും കേരള ജനതയെ സ്വീകരിച്ചു. അതിനുള്ള എന്ത് കഴകത്താണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കിയേ. സിനിമയിൽ പോലും പാട്ടെഴുതുന്നവൻ 4, 5, 6, 8, 10, 15 സിനിമ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നിങ്ങളെന്ന് ഓർത്ത് നോക്കിയേ, ഇന്ന് 53 വയസ്സ്, 33 വയസ്സിന് ശേഷമുള്ള 20 വർഷങ്ങൾ എഴുതിയ പാട്ടുകൾ, കേരളം സംഗീതം അറിയാത്തവൻ്റെ വായിലൂടെ വന്ന പാട്ടുകൾ കേരള ജനത ഏറ്റെടുക്കണമെങ്കിൽ ആ വരവ്, രണ്ടാം വരവ്, ആ തിരിച്ചു വരവ് ഒരു ജൈജാന്റിക്ക് രാജകീയ വരവാക്കാൻ അമ്മ ഇടയാക്കി ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ആന്റണി മേരി ക്ലാരറ്റ് പറയുന്നത്. നിങ്ങൾ ഈ വിശുദ്ധൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ആന്റണി മേരി ക്ലാരറ്റ്. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇത് ക്യാൻസർ രോഗത്തിൻ്റെ മധ്യസ്ഥനാണ്. അദ്ദേഹം പറയുന്നത്, എന്നെ ശക്തിപ്പെടുത്തുന്ന അമ്മ വഴിയായി എൻ്റെ കർത്താവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഒരുമിച്ച് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിന്റെ വീണുപോയ കൂടാരത്തെ ദൈവം ക്രമപ്പെടുത്തി ഒരു തിരിച്ചുവരവ് നൽകും. ഒരു തിരിച്ചുവരവ് നീ കൊയ്തെടുത്തുകൊണ്ട് തന്നെ പോകും. നിങ്ങളിത് ഉറപ്പിച്ചു വെച്ചോ. ഇത് എനിക്ക് എൻ്റെ കൊച്ചു ജീവിതം വെച്ചേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. വ്യാധി പിടിച്ചവൻ കിടപ്പിലായെന്നും ഇനി ഒരിക്കലും അവൻ എഴുന്നേൽക്കില്ലെന്നും അവർ പറഞ്ഞു പരത്തി. സങ്കീർത്തനത്തിലെ ഒരു വചനമാ. ഇനി അവന്റെ കാര്യം നോക്കണ്ട, അവന്റെ കാര്യം തീർന്നു, അവന്റെ ചീട്ട് കീറി എന്ന് ഉറപ്പായിടത്തു നിന്നും. ഇവിടെ ബൈബിൾ ഉണ്ടല്ലോ, ജീവിക്കുക. ഇപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം വിട്ടുപോകുന്നത്, ജീവൻ വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ലാസറിനെ തേടി ക്രിസ്തു 4-ാം ദിവസം വന്നെന്നാ പറയുന്നത്. 3 ദിവസം കൊണ്ട് യഹൂദരുടെ ചിന്തകൾ അനുസരിച്ച് 3 ദിവസം തട്ടിയും മുട്ടിയും ജീവൻ ഇങ്ങനെ ശവശരീരത്തിൽ കിടക്കും. വേണമെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാം. അതിൻ്റെ എല്ലാ സാധ്യതയും പോയതിന് ശേഷമാണത്രേ ഈശോ വന്നത് എന്ന് പറഞ്ഞതുപോലെ, വ്യാധി പിടിച്ച് നീ കിടപ്പിലായെന്നും അവൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ലെന്നും ഈശോയുടെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം പറയുക. അത് കണക്കിന് എൻ്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും സ്വപ്നം കാണാനാവാത്ത വിധം എനിക്ക് പലപ്പോഴും ചിലപ്പോൾ പിച്ചിയും പറിച്ചും നോക്കിയിട്ടുണ്ട്. ഈ സുനാമി തിരയും എന്നെ തൊടാതെ പോയോ? ഈ കെണിയും എൻ്റെ മേലെ വീഴാതെ പോയോ? എൻ്റെ കർത്താവേ, ഈ ഭത്സനവും എന്നെ തീണ്ടാതെ പോയോ? ഈ മഹാഗൂഢാലോചനയും തമ്പുരാനെ എന്നെ തൊടാതെ പോയോ? മറിയം വഴി സമർപ്പിച്ചതിന് ഒരു രാജകീയ വരവ് ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 124:7, വേടന്റെ കെണിയിൽ നിന്നും പക്ഷി എന്നവണ്ണം ഞാൻ രക്ഷപ്പെട്ട്, കെണി തകർന്ന് നാം രക്ഷപ്പെട്ട്. വേടൻ വെച്ച കെണികളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ഒരു മരിയൻ അനോയിന്റിംഗ് ഉണ്ട്. വളരെക്കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കും. എല്ലാവരും സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച്. കണ്ണുകൾ അടച്ചു പിടിക്കാം.
ഒരു സ്കെയിൽ പിടിച്ചോ മോനെ, ഒരു സ്കെയിൽ പിടിച്ചോ. ഡി മതി വലുമതിക്ക്. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാ എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. ആരാ നിന്റെ ധനം എന്ന് എന്റെ ദൈവം ചോദിക്കുമ്പോൾ എന്റെ അമ്മയോടൊപ്പം പറയുന്നു, ഞാൻ കണ്ടതും ഞാൻ ചാരിയതും ഞാൻ ആശ്രയിച്ചതും ഒന്നുമല്ല, അങ്ങാണ് എന്റെ ധനം. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയുടെ പ്രത്യേകത നമ്മളെ നക്കി തുടയ്ക്കാനിരിക്കുന്ന സങ്കടങ്ങളുടെ നടുവിലും ആനന്ദത്തോടെ ആരാധിച്ചു പഠിക്കുക. കരങ്ങൾ നെഞ്ചിൽ വെക്കാം. ആരാ നിന്റെ ധനം കുഞ്ഞേ? പഠിക്കുക. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. പഠിക്കേ. പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാ എന്റെ ധനം നാഥാ, നീയാണ് എന്റെ അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. മോനെ എനിക്കുള്ള എഫക്ട് ഇച്ചിരിയുടെ കുറച്ച് എഫക്ട് കൂടുതലാണ്. ആരാ നിന്റെ ധനം? ആരാ നിന്റെ ധനം കുഞ്ഞേ? എല്ലാവരും പാടിക്കേ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. പഠിക്കേ. പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. അമ്മയൊത്തു ചൊല്ലുന്നു. രണ്ടുപേരും പാടുന്നു. പാടാം നമുക്ക്. താളം അടിച്ച് 4/4 കരങ്ങൾ അടിച്ച് നമുക്ക് പാടാം. ആരാ നിന്റെ ധനം? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, ഞാൻ അമ്മയൊത്തു ചൊല്ലിയിടുന്നു. പടവോ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. ഓ ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു. ശക്തമായിട്ട് കരമടിച്ച് പാടിക്കോ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, ഞാൻ അമ്മയൊത്തു ചൊല്ലിയിടുന്നു. ഓ നീയാണ് എന്റെ ധനം കുഞ്ഞേ? ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു. അമ്മയൊത്തു ചൊല്ലി. ആരാ നിന്റെ ധനം കുഞ്ഞേ? പഠിക്കേ. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നു ദൈവം ചോദിക്കുന്നു. പൊന്നു ദൈവം ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലിയിടുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നന്ദി. ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം മറന്ന് ആരാധിക്കാം, 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 അമ്മയൊത്ത് ആരാധിക്കാം. കരമുയർത്തി സ്തുതിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നിന്റെ സൗഖ്യം ഇറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ എന്റെ കൂടെ നിൽക്കണേ, ഞാൻ പാപിയാണ്. അമ്മേ എന്റെ കൂടെ നിൽക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. കർത്താവിന്റെ വലിയ സമാധാനം ആരാധിക്കാൻ പഠിപ്പിക്കട്ടെ. ആരാധിക്കാൻ. ഹല്ലേലൂയ. എല്ലാം മറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മറ്റൊന്നിനും വേണ്ടിയല്ലാതെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി. ആരാധന, 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 ആരാധന. ആരാ നിന്റെ ധനം കുഞ്ഞേ? പൊന്നുനാഥൻ ചോദിക്കുന്നു. നീയാണ് എന്റെ ധനം നാഥാ, അമ്മയൊത്തു ചൊല്ലുന്നു ഞാൻ. അവേ മരിയ, അവേ മരിയ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അവേ മരിയ,
ആവേ മരിയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ഉടപ്പുറന്ന സഹോദരങ്ങളെ, മറിയത്തെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2 മെറിറ്റ് പറയുന്നുണ്ട്. ഒരു മെറിറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു മെറിറ്റ് മറിയത്തിന്റെ ഒരു സുഹൃതത്തെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്നിൽ തൃക്കൺ പാർത്തത്, നിന്നിൽ സ്വർഗം തൃക്കൺ പാർത്തത് എന്നാണ് തന്റെ ദാസിയുടെ തന്റെ ദാസിയുടെ താഴ്മയെ. അപ്പം ദൈവദൂതൻ പറയുന്നുണ്ട്, അപ്രീഷിയേറ്റബിളായി മറിയം നിന്നിൽ താഴ്മ, വിനയം അത് കണ്ടറിഞ്ഞതാ. നിന്റെ വിനയം ലോകവും ഭൂമിയും സ്വർഗവും കണ്ടറിഞ്ഞതാ. അപ്പം മറിയത്തിന്റെ ഒരു മെറിറ്റാണ് താഴ്മ, വിനയം. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ല ഹല്ലേലൂയ. എൻ്റെ ഒരു കണ്ടെത്തല കേട്ടോ. മറിയത്തിന്റെ ഒരു മെറിറ്റും കൂടി ദൈവദൂതൻ പറയുന്നുണ്ട്. മറിയത്തിന്റെ ഒരു മെറിറ്റും കൂടി ലൂക്കാസ് വിശേഷം പറയുന്നുണ്ട്. മറിയമേ, നീ പൂരിപ്പിക്കോ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കൊതിയോടെ, മറിയമേ കന്യകപ്പെണ്ണേ, രക്ഷ തേടി, വെളിച്ചം തേടി, ആശ്വാസം തേടി, സമാധാനം തേടി, വിടുതൽ തേടി നീ ഔട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം വിട്ടല്ല അലഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഇതൊന്നും മനസ്സിലാകില്ല. അയ്യോ അതെന്നെ പറച്ചില്ല, നമ്മളെല്ലാം ദൈവസാന്നിധ്യത്തിലല്ലേ തേടുന്നത്. എന്തിനു ഉത്തരം തേടുന്നത് ദൈവസാന്നിധ്യത്തിലല്ലേ? അതെ 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 അതെ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാവോ? നമുക്കൊരു പ്രാഗ്മാറ്റിസം ഉണ്ട്, ഒരു പ്രായോഗികതയുണ്ട്. ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പ്രശ്നമായത്. എടി ലീലാമേ, നീ ഇന്ന് പോയി ആരാധിക്കുന്ന മരിയൻ ധ്യാനമുണ്ട് കേട്ടോ, പോയി കൂട്. ഞാൻ പോയി വില്ലേജ് ഓഫീസർ എന്ന് കാണട്ടെ, ഞാനൊരു കിണക്കിയിട്ടുണ്ട്, ഒത്ത് കിട്ടുപടി. അപ്പം ആൽബർട്ട് കിണക്കാൻ പോയിരിക്കുക, ആരാധിക്കാൻ ലീലാമ്മ പോയിരിക്കുക. ദൈവസന്നിധിക്ക് അപ്പുറം കുരുക്കഴിക്കാൻ നോക്കുന്ന മനുഷ്യരാണ്. പിന്നെ ഒരു മേമ്പൊടിയായിട്ട് നമ്മൾ ചുമ്മാ ഒരു പിടുത്തത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കും. മറിയത്തോട് സ്വർഗം പറയുന്ന ഇതാണ്, മറിയമേ നീ ദൈവസന്നിധിയിൽ നിന്റെ കുരുക്കഴിക്കാൻ നോക്കി. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പാട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനാ. അതിനപ്പുറം പല രക്ഷയുടെ വാതിലുകളും വാതായനങ്ങളുമുണ്ട്. ഞാനൊരു ടിപ്പിക്കൽ കുഞ്ഞുദാഹരണം പറയാം. ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ കോവിഡിന്റെ തുടക്കത്തിൽ, അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ മാർച്ചിൽ കുറച്ച് കപ്പയിടുക. കോവിഡ് പതിയെ ആരംഭിച്ചു വരുന്നു. ഞാനും ചെറിയ കോട്ടയിലച്ഛനും കൂടി കപ്പയൊക്കെ ഇട്ട്, കപ്പത്തടിയൊക്കെ ഇട്ടിട്ട് വിയർത്ത് രാവിലെ വെളുപ്പിന് 5:45 കുർബാന അർപ്പിക്കും. 6:30 ഇറങ്ങും. 6:30 തൊട്ട് 7:30 വരെ ഞങ്ങൾ കിളച്ച് കപ്പയൊക്കെ ഇടും. അപ്പം അങ്ങനെ വിയർത്ത് കുളിച്ച് കയറി വരുമ്പോൾ ഈ പറയുമ്പോൾ ഈ അനുഭവം വലിയ അനുഭവമൊന്നുമില്ല, കൊച്ചു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതം ഇതിലെല്ലാം ഉണ്ട്. ഒരു ചേച്ചി വിളിച്ച് അമേരിക്കയിൽ നിന്ന് വിളിക്കുമ്പോൾ പ്രത്യേകത, അമേരിക്കക്കാർക്ക് ഇന്ത്യക്ക് വിളിക്കാൻ ഫോൺ കോൾ ഫ്രീയാണ്, ഇഷ്ടംപോലെ വിളിക്കാം. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അച്ഛാ ഫ്രീ ആണോ? അപ്പോൾ പലതവണ എന്നെ വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത്തവണ ചോദിച്ചപ്പോൾ എടുത്തും പോയി, ഫ്രീ അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി വിയർത്തി നിൽക്കുകയാണ്, സാരമില്ല. ചേച്ചി കുറന്നൊരു 45 മിനിറ്റ് ഒരുപാട് സങ്കടങ്ങൾ, മകൻ ജോണിനെ കുറിച്ചും ഡാർവിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. അപ്പം 7:30 ബെല്ലടിച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വിയർത്ത് കുളിച്ച് ഭിത്തിയെ ചാരി നിൽക്കുക. ഞാൻ പറഞ്ഞു ചേച്ചി ബെല്ലടിച്ചു, ഇനിയിപ്പം അപ്പം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കും. ചേച്ചി ദൈവം തൊടട്ടെ, ഇപ്പം ഇങ്ങനെ ഒരുമിച്ച് കഴിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ശരി ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി കഴിക്കാനിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചിയുടെ ബെല്ലിട്ടിങ്ങനെ ഫോണേ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കട്ട് ചെയ്തപ്പം വാട്സപ്പിൽ മെസ്സേജ് വന്ന്, അച്ഛാ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ചേച്ചി ഞാനിപ്പോൾ ഫ്രീ അല്ല. അച്ഛൻ കഴിച്ചിട്ട് എപ്പോൾ എഴുന്നേക്കും? ഞാൻ പറഞ്ഞു 15 മിനിറ്റ്. അപ്പോൾ അച്ഛൻ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു അയ്യോ എന്നാ ചേച്ചി, നമ്മളിപ്പോൾ കണ്ട് പ്രാർത്ഥിച്ച് പോയത് അല്ലച്ചാ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ, എൻ്റെ അച്ഛാ എനിക്ക് ഇമ്പിടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഈ ചേച്ചിയുടെ പ്രശ്നം എന്താ? മനുഷ്യന്റെ സന്നിധിയിൽ രക്ഷ കണ്ടെത്താൻ വെപ്രാളം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ ചേച്ചി മനുഷ്യൻ എന്നോട് പറഞ്ഞ് ഒരുപാട് ആശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മുമ്പിൽ കണ്ടെത്തുന്ന കൃപ, കരുണ, രക്ഷ പൂഴിമണ്ണിൽ വീണുപോകുന്ന വെള്ളം പോലെയാ. യോബിന്റെ പുസ്തകം പറയുന്നുണ്ട്, എൻ്റെ ന്യായവാദങ്ങളും എൻ്റെ ആശ്വാസവും കളിമൺ കട്ട പോലെ ഉടഞ്ഞുപോയി. മനുഷ്യൻ തരുമ്പം നിറച്ചു തരുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ നിൽക്കത്തില്ല. പൂഴിമണ്ണിൽ വീണ വെള്ളം പോലെ വാർന്നു പോകും.
ഈ ചേച്ചിയുടെ പ്രശ്നം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്നില്ല. ഇതാ മറിയത്തോട് സ്വർഗം പറഞ്ഞത്, നീ ജീവിതത്തിന്റെ കുരുക്കഴിച്ചത് പ്രമാണിമാരുടെ ഒത്താശ കൊണ്ടല്ല, നീ ജീവിതത്തിന്റെ കൃപ കണ്ടെത്തിയത് ഒരുവനും ഓശാരം പാടിയിട്ടല്ല. മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. ഇവിടെ ബൈബിൾ രഹസ്യമാ. മറിയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ മറിയം ദൈവ സാന്നിധ്യമാണെന്ന് കേട്ടപ്പം അടപടലെ അടിഞ്ഞുകുത്തി, ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞ് പ്രണമിച്ചു. ഈ പ്രണമിച്ച പെണ്ണ്, ഈ ദൈവം മുമ്പിൽ കുമ്പിട്ട പെണ്ണ്, ദൈവത്തെ ആരാധിച്ച പെണ്ണ് പിന്നെ സുവിശേഷത്തിന്റെ ഒടുവിൽ നിൽക്കുന്ന എവിടെയാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലാ. അവിടെ എവിടെയാ നിൽക്കുന്നത്? കാൽവരിയുടെ നെറുകയിൽ. സിറ്റുവേഷൻ എന്താ? ഒരു വലിയ സിനിമയെ കാണുന്ന പോലെ ആകാശം ഇരുണ്ടു, നക്ഷത്രങ്ങൾ ചുരുണ്ടു, തുമ്പി പറക്കുന്നത് പോലെ പ്രേതങ്ങളെ പാതാളം വലിച്ചു കുടഞ്ഞെറിഞ്ഞു, ഭൂമി കുലുങ്ങി, നട്ടുച്ചയ്ക്ക് ഇരുട്ട് പരന്നു, കാൽവരിയിലെ മഞ്ഞ മണ്ണിളകി ആടി, പായ്മരം ഇളകുന്നത് പോലെ ശവശരീരങ്ങൾ കുരിശിൽ നിന്ന് തെറിച്ചു പോകുന്ന വിധം കുരിശ് കിടന്ന് കുലുങ്ങി. അതിന്റെ നടുക്ക് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക, യേശുവിന്റെ അമ്മയായ മറിയം നിന്നു. മറിയം നിന്നു, മറിയം നിന്നു, മറിയം നിന്നു. അവൾ കരഞ്ഞു കുത്തി നിൽക്കുകയല്ല അവിടെ. വറങ്ങലിച്ച് മേരി മഗ്ദലിൻ, അമ്മയൊന്ന് താങ്ങിക്ക്, വയ്യടി എനിക്ക് തീരെ വയ്യ, അങ്ങനെ വിതുമ്പുകയല്ല. യോഹാൻ, യോഹാൻ കുഞ്ഞെ നീ എവിടാ? അമ്മയ്ക്ക് വയ്യ, ആ പാറപ്പുറത്തെ അമ്മയൊന്ന് ഇരുത്തിക്കേ. അങ്ങനെയല്ല, മറിയം നിന്നു. പറഞ്ഞിരിക്കുന്നു, എഴുതിയിരിക്കുന്നു യോഹന്നാനാ, ദ യങ് തിയോളജിയൻ, യുവ ദൈവശാസ്ത്രജ്ഞനായ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക. ഈ കൊടുമ്പിരി കൊള്ളുന്ന സങ്കടങ്ങൾക്ക് നടുവിൽ മറിയം നിന്നു. കാരണം എന്താ? മനുജന്റെ മുമ്പിൽ കുനിയാതെ ദൈവ തിരുമുമ്പിൽ തലചായ്ച്ച പുണ്യവതി. മനുജന്റെ മുമ്പിൽ കുനിയാതെ ദൈവത്തിന്റെ തിരുമുമ്പിൽ തല വണങ്ങി പഠിച്ചവൾക്ക് മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്താൻ പറ്റും. മറിയത്തോടൊപ്പം ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്, ദൈവസന്നിധിയിൽ എന്തിൻ്റെയും കൃപ കണ്ടെത്തുക. ഒരുമിച്ച് ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന ഹല്ലേലൂയ. മനസ്സ് മുഴുവൻ കർത്താവിന് കൊടുത്ത് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ, പുറപ്പാട് 16-19 മോശ അഹ്റോനോട് പറയുക, എന്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് പറയുക, എന്റെ സന്നിധിയിലേക്ക് വരിക, കം ടു മൈ പ്രസൻസ്. മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രേയർ. എല്ലാം എൻ്റെ അമ്മച്ചിമാരെ, എൻ്റെ സഹോദരങ്ങളെ, ചങ്ക് പൊട്ടിക്കുന്ന സങ്കട പെരുമഴകൾ മുഴുവനും ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രേയർ, ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവയ്ക്കുക, അവനെ ആരാധിക്കുക. നാം സത്യത്തിൽ ഒരൊറ്റ പ്രവൃത്തി ചെയ്താൽ മതി. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുക, ആരാധിക്കാൻ വേണ്ടി നിലപാടെടുക്കുക. നിലനിൽക്കാൻ വേണ്ടി ആരാധിക്കുകയല്ല, കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടി ആരാധിക്കുകയല്ല, എൻ്റെ മരിയൻ സിനിമ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആരാധിക്കുകയല്ല. അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ ആരാധകന് ബാക്കിയെല്ലാം കർത്താവ് തന്നുകൊള്ളും. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്തുകൈയിൽ സന്തോഷമിരിപ്പുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞു എന്നറിയത്തില്ല, ഞാൻ നിങ്ങളോടൊരു കുഞ്ഞുദാഹരണം പറയാം. എന്നെ പണ്ട് ചമ്പക്കുളത്ത്, ഞാൻ കുട്ടനാട്ടുകാരനാണ്, ചമ്പക്കുളംകാരനാണ്, ചമ്പക്കുളത്ത് എന്നെ വളർത്തിയിരുന്നത്. അപ്പം എന്നെ കൊച്ചുകാലത്ത് എന്നെ കളിപ്പിക്കുന്ന ഇങ്ങനെ ഈ കുസൃതി കളികളൊക്കെ കളിപ്പിക്കുന്നത് ചേട്ടനും സഹോദരിയുമാണ്, പാപ്പച്ചനും മറിയമ്മയും ഒക്കെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സമയം കളയുന്നില്ല. അച്ഛൻ്റെ വീട്ടിൽ ഇട്ടുമൂടാൻ ആൾക്കാരുണ്ട്. ഞങ്ങൾ 12 മക്കൾ തന്നെ ഉണ്ട്, ഞാൻ 12ാമത്തെ ആളാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നുമില്ല, എനിക്ക് പാവയില്ല, കളിപ്പാട്ടങ്ങളില്ല. ഞാൻ നോക്കുമ്പം ഞങ്ങളുടെ അപ്പുറത്ത് ആശാരി സഹോദരങ്ങളുടെ മക്കള് ഈ തടി കൊണ്ടുള്ള ഒരു ഉന്തുവണ്ടിയൊക്കെ ഉണ്ടാക്കി ഉന്തിക്കൊണ്ട് നടക്കും. പക്ഷെ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, അവരെനിക്ക് തരത്തില്ല. എനിക്ക് കളിപ്പാട്ടവും ഇല്ല, ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് 3-ാം വയസ്സിലൊക്കെ ശരിക്കും ഓടിക്കാവുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ ശരിക്കും അകത്തൂടെ ഓടിച്ച് നടക്കാം. സ്റ്റിയറിംഗ് ഒക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ദൈവമേ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പാവ പോലും ഇല്ലായിരുന്നു.
ഒരു പാവയുണ്ടായിരുന്നു. അത് അപ്പുറത്തെ വീട്ടിലാണ്, ജോസഫുട്ടിയുടെ വീട്ടിലാണ്. അത് ഞെക്കുമ്പോൾ തുപ്പുന്ന പാവയാണ്. അപ്പോൾ അതൊന്ന് കാണാമെന്നും വെച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജോസഫുട്ടി എൻ്റെ കയ്യിലോട്ട് തരത്തില്ല. അത് പിടിച്ചൊരു ഞെക്കും എൻ്റെ മോന്തയ്ക്കിട്ട് തുപ്പും. ഇതും തുപ്പൽ കയറ്റുകൊണ്ട് നിൽക്കാമെന്നല്ലാണ്ട് എൻ്റെ കയ്യിലൊരു കളിപ്പാട്ടം കിട്ടി, കുഞ്ഞു കാലത്ത് ഒരു കളിപ്പാട്ടം പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കുസൃതിയായി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ദിവസം കടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ ചേട്ടനും സഹോദരി ഇരുന്ന് ഓരോ കൊച്ചു കുസൃതി കളികളാണ്. നിങ്ങളും കളിച്ചിട്ടുണ്ടോയെന്നത് കളിപ്പിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ കുസൃതി കുരുന്നിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടു നടക്കണ്ടേ. പറഞ്ഞേ പാപ്പച്ചനും മറിമഴ പറയും, വാവേ വന്നേ പാവ കൂട്ട ചക്കരക്കുട്ട വന്നേ നമുക്ക് കളിക്കാം. കാക്ക പറ. ഞാൻ പറയും കാക്ക പറ. കോഴി പറ. ഞാൻ കോഴി പറ. മാടത്ത പറ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേട്ടൻ കയറി പറയും അച്ചാച്ചൻ പറ. ഞാൻ പറയും അച്ചാച്ചൻ പറക്കുമെന്ന് എൻ്റെ അർത്ഥം. അച്ചാച്ചൻ പറ. ഉടനെ ഇവർ രണ്ടുകൂടെ അയ്യേ ഭയങ്കര ചിരിയും ബഹളവും. അച്ചാച്ചൻ പറക്കത്തില്ലേ. ഇവര് തന്നെ പറയുന്നു, ഇവര് തന്നെ ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എന്നെ കളിപ്പിക്കുക. വാവേ കളിക്കാം. ഊണ് പറയാൻ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അമ്മച്ചി ചോറ് കൊടുക്കത്തില്ല അവർക്ക്. മാടത്ത പറ. ഞാൻ പറയും മാടത്ത പറ. കുരുവി പറ. ഓലഞ്ഞാലി പറ. അതിൻ്റെ ഇടയ്ക്കൂടെ ചേട്ടൻ പറയും അമ്മച്ചി പറ. ഞാൻ അറിയത്തില്ല. അമ്മച്ചി പറ. വാവേ അമ്മച്ചി പറക്കത്തില്ലേ. ഇവര് കിടന്ന് ഭയങ്കര ബഹളവും ചിരിയും. തമ്പുരാനെ ഇവര് തന്നെ ചിരിക്കുന്നു, ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ കുഞ്ഞുനാളിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നത് ഒരു മല്ല് പിടിച്ച പരിപാടിയാണ്. അപ്പനാ എന്നെ കൊണ്ടുപോകുന്നത്. കുളിച്ചൊരുങ്ങി അപ്പം കൊണ്ടുപോകും. പാലം, ഞങ്ങൾ കുട്ടനാട്ടിൽ മുഴുവൻ പാലങ്ങളൊക്കെ അന്ന്. പാലത്തെ കയറുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് വട്ടിപ്പുല്ലിൽ ഒരു ചെമ്മന്ന് തുമ്പിയിരിക്കുന്നു. പിടിക്കണമെന്ന് തോന്നുന്ന ഒറ്റ ചാട്ടമാണ്. അപ്പം ഇവൻ ചാടുവന്ന് മുൻകൂട്ടി എറിഞ്ഞ് അപ്പൻ അതിനനുസരിച്ചുള്ള ഒരു ബലം പിടിച്ചില്ലെങ്കിൽ അപ്പനും പോവും ഞാനും പോവും വെള്ളത്തിൽ. അങ്ങനെ പിടിച്ചു കൂട്ടി പാലം ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു മാക്കാച്ചി കുഞ്ഞിരിക്കുന്നു. അതിനെ അരച്ച് അതിനെ മൈദ പോലെ അരച്ചവിടെ നിൽക്കും. പോടാന്ന് പറയും. പിന്നെ അവിടെ നിന്ന് തന്നെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ പള്ളിയിലെത്തുമ്പം നോക്കി ഇങ്ങോട്ട് നോക്കി, എൻ്റെ അപ്പനുണ്ടല്ലോ ഇങ്ങനെ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കും. ഇനി ഇതിനെ സഹിക്കാൻ അപ്പന് പറ്റത്തില്ല. പിന്നെ എന്നെ ഈ കുന്തരാണ്ടത്തിൽ പിന്നെ അമ്മയ്ക്ക് കൈമാറും. പിന്നെ എൻ്റെ മേടെല്ലാം അമ്മയുടെ അടുത്താണ്. അമ്മച്ചി ഇങ്ങനെ മുഴുവൻ സമയം ഇങ്ങനെ അത്താലിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പരിപാടി എന്നറിയോ, അമ്മച്ചിയുടെ ഈ തള്ളവെല്ല ചൂണ്ടി ഇങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ കറങ്ങുക. പിന്നെ അമ്മച്ചിയുടെ മുണ്ടിനകത്തോടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ കയറി അങ്ങനെ പോവുക. പിന്നെ അമ്മച്ചിക്ക് ഒരു വലിയ ബന്ധിങ്ങുണ്ട്, അത് തൂങ്ങിക്കിടന്ന് ആടുക. പിന്നെ അമ്മച്ചി ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന ഞൊറിച്ചിൽ അമ്മച്ചി 1.5 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ഇന്നലെ ജപമാല ചൊല്ലി ഞൊറിഞ്ഞു വെച്ചതാണ്. അത് മടക്കി തിരിച്ച് കുത്തി കയറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ അമ്മച്ചിയുടെ പരിപാടി എന്നറിയോ, ചെറുക്ക പൊന്നു മോനെ ശിവനോട് നിന്റെ കൂട്ടുകാരൻ ജോസഫ് ഇരിക്കുന്ന കണ്ടോടെ ഞാൻ സാറിനോട് പറയും കേട്ടോ, അമ്മച്ചി എന്ത് പറഞ്ഞാലും ആ കുസൃതി തുടരും. പക്ഷെ അമ്മച്ചി എന്നെ നോവിച്ചുകൊണ്ട് പറയും, എൻ്റെ ചെറുക്ക നീ എന്നെ കൊടുന്നു ഞാനെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പൊന്നു മോനയുടെ പായസം വെച്ച് അത് കർത്താവാടാ പൊന്നുമോനെ. ഇങ്ങനെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കൽ എൻ്റെ കണ്ണ് അൾത്താരിയിലേക്ക് അമ്മയുടെ വാക്കിൻ്റെ പിന്നാലെ പറന്നു ചെല്ലുമ്പം ഞാൻ കാണുക എന്താ കാണുന്നത്, എൻ്റെ പള്ളിയിലെ എല്ലാവരെക്കാളും പൊക്കത്തിൽ എൻ്റെ കൂട്ടുകാരൻ ജോസഫ് കുട്ടിയേക്കാൾ പൊക്കത്തിൽ, എൻ്റെ അച്ചാച്ചനേക്കാളും പൊക്കത്തിൽ, എൻ്റെ അമ്മയെക്കാളല്ല എല്ലാവരെക്കാളും പൊക്കത്തിൽ, പടികൾക്ക് അപ്പുറം ഉയരത്തിൽ ഞങ്ങളെ നയിക്കുന്ന വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ ഇത് അച്ഛൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വെള്ളരിപ്രാവ് പോലെ പറന്നു നിൽക്കുന്ന ഒരു തൂവള്ളപ്പം, ഒരു വെള്ളരിപ്രാവ് പോലെ പറന്നു നിൽക്കുന്ന തൂവള്ളപ്പം അത് ചൂണ്ടിയിട്ട് എൻ്റെ അമ്മ പറയുകയാണ്, അതാ നിന്റെ കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ട് പറയാം, 4-ാം വയസ്സിലോ 4-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ നടന്ന ഈ തരിമണി സംഭവത്തിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി. പാപ്പച്ചൻ എന്നെ കളിപ്പിച്ചപ്പോൾ പറഞ്ഞു, പ്രാവ് പറക്കും, തുമ്പി പറക്കും, മാടത്ത പറക്കും, അച്ചാച്ചൻ പറക്കില്ല. അച്ചാച്ചൻ പറക്കുമെന്ന് ഞാൻ തെറ്റി പറഞ്ഞപ്പം അവരെന്നാ കൊട്ടിക്കലാശവും ചിരിയും പരിഹാസവുമായിരുന്നു. കുരുവി പറക്കും, മാടത്ത പറക്കും, തുമ്പി പറക്കും, അമ്മച്ചി പറക്കില്ല, അച്ചാച്ചൻ പറക്കില്ല എന്നാ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ പറയുന്നു, ആരാധകരുടെ നടുവിൽ അൾത്താരയിൽ അച്ഛൻ്റെ തലയ്ക്ക് മുകളിൽ കരങ്ങളിൽ വെള്ളരിപ്രാവ് പോലെ നിൽക്കുന്ന അപ്പത്തെ ചൂണ്ടിയിട്ട് അത് നിന്റെ കർത്താവാണെന്ന്. 53 വയസ്സ്, അതിൽ നിന്ന് ഏകദേശം 5-4 9 വയസ്സ് കുറച്ചു. അത്രയും വയസ്സിന് മുമ്പ് ഞാൻ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം പറക്കുന്നവനാണെങ്കിൽ, എൻ്റെ യേശു മനുഷ്യൻ്റെ കരങ്ങളുടെയും തലയ്ക്ക് മുകളിൽ പറന്നു നിൽക്കുന്ന അപ്പത്തെ പോലുള്ള ഒരു വെള്ളരിപ്രാവാണെങ്കിൽ അവനെ ആരാധിക്കുന്നവനും പറക്കും. അവനെ കെട്ടിപ്പൂട്ടിയിടാൻ ആർക്കുമാവില്ല. ആരാധകൻ പറക്കും. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, ഇന്ന് മുതൽ സകല തലമുറകളും ഈ ആരാധകനെയും അവൻ്റെ ഈ ആരാധികയെ ഭാഗ്യവതി എന്ന് വിളിക്കും. ആരാധിക്കുന്നവന്റെ ഭാഗ്യം കെട്ടടങ്ങിപ്പോകില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ.
ആളുകൾ പറയും നീ പറക്കില്ല, നിന്റെ അമ്മ പറക്കില്ല, നിന്റെ കുടുംബം ഗതി പിടിക്കില്ല. എൻ്റെ ചേട്ടൻ പറഞ്ഞില്ലേ, പാടത്തെ പറക്കും, തുമ്പി പറക്കും, പക്ഷെ അച്ചാച്ചൻ പറക്കില്ല. വാവ പറഞ്ഞത് പൊട്ടത്തെറ്റാ. അമ്മച്ചി പറക്കില്ല, തുമ്പി പറക്കും. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, നിന്റെ ദൈവം പറന്നു നിൽക്കുന്നു, ആരാധിക്കുന്നവൻ അവനെ പോലെ പറക്കും. മറിയം നമുക്ക് നൽകുന്നത് ഈ അത്ഭുത ആരാധനയുടെ കരുത്ത. 20 ചില്ലുവാനം വർഷങ്ങളായി മറിയം വഴി നിസാരനായി ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരിടത്തും തല കുനിക്കേണ്ടി വന്നില്ല. ഒരിടത്തും തല കുനിക്കേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല, തല വെട്ടിപ്പോകുമെന്ന് കരുതിയിടത്ത് പോലും nothing happened. ദൈവത്തിനായിരിക്കട്ടെ എല്ലാ മഹത്വവും. നിന്റെ കർത്താവ് പറക്കുന്നവനാ, ആരാധിക്കുന്നവൻ പറക്കും. പണ്ട് 3ാം ക്ലാസ്സിൽ ഞാനൊരു കവിത പഠിച്ചത് ഓർക്കുന്നു. ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലി കരയുന്നത് എന്തിനായി. ഈ കവിത പണ്ട് പഠിച്ചു വരുന്ന കരമുയർത്തിക്ക് ഏതാനും പേരുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവിനെ പോലെ ദൈവസാന്നിധ്യം ആശ്രയിച്ച് കിടക്കാൻ കുറച്ചെങ്കിലും കഴിയട്ടെ. ഈ നാളുകളിൽ അങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ ആരാധിക്കാൻ കുറേ ഞാൻ ശ്രമിക്കും. എൻ്റെ ലക്ഷ്യങ്ങളും കൊതികളും മാറ്റി വെച്ചിട്ട് ദൈവത്തെ വെറുതെ ആരാധിക്കുക, വെറുതെ അവൻ്റെ മഹത്വപ്പെടുത്തുക. അവൻ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. നമ്മൾ പറക്കും. മറിയത്തോടൊപ്പമുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന.